ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 25% തീരുവ പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സമൂഹമാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപിന്റെ പ്രഖ്യാപനം. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതും ആയുധം വാങ്ങുന്നതുമാണ് പ്രകോപനം. വിവരങ്ങളുമായി VR കാർത്തിക് ചേരുകയാണ്. കാർത്തിക്, എന്നാണ് ട്രംപിന്റെ പുതിയ നീക്കം? രഞ്ജിത്ത്, ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒരു തീരുമാനമാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യക്ക് ഇറക്കുമതി തീരുവ 25% അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നു. ട്രൂത്ത് സോഷ്യലിലൂടെയാണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. നേരത്തെ ഇന്ത്യയും USഉം തമ്മിൽ 5 റൗണ്ട് ചർച്ചകൾ വ്യാപാര കരാറിൽ അന്തിമമായി എത്തിച്ചേർന്നതിന് മുമ്പ് 5 റൗണ്ട് ചർച്ചകൾ നടത്തിയിരുന്നു. ഓഗസ്റ്റ് 1 വരെയാണ് അദ്ദേഹം അനുവദിച്ചിരുന്ന സമയപരിധി. ഈ ഓഗസ്റ്റ് 1 മുൻപ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു വ്യാപാര കരാറിൽ എത്തുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ആ വ്യാപാര കരാറിൽ എത്തുന്നില്ല എന്നതാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്ന വിവരം. കാരണം ട്രൂത്ത് സോഷ്യലിലൂടെ അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത് ഇന്ത്യക്ക് മേൽ ഇത്തരത്തിൽ 25% ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തും എന്ന് അദ്ദേഹം ട്രൂത്ത് സോഷ്യലിലൂടെ വിവരം പങ്കുവച്ചിരിക്കുന്നു. യൂണിയൻ അടക്കമുള്ള രാജ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്കയുമായി കരാറിലെത്തിയിരുന്നു. മറ്റ് പല രാജ്യങ്ങളും കരാറിലെത്തി. എന്നാൽ ഫിലിപ്പീൻസ് അടക്കമുള്ള രാജ്യങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത 19%-ത്തിലും അധികമാണ് ഇപ്പോൾ ഇന്ത്യക്ക് ട്രംപ് ഏർപ്പെടുത്തുന്ന പകരത്തീരുവ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. ഈ 5 റൗണ്ട് ചർച്ചകളിലും ഒരു വ്യാപാര കരാറിലേക്ക് എത്തിക്കാൻ പല ഘട്ടങ്ങളിലും ചർച്ച നടന്നിരുന്നു. പക്ഷേ പല കാര്യങ്ങളിലും തട്ടി അത് മുടങ്ങുകയായിരുന്നു. അതിലേറ്റവും പ്രധാനം US-ലേക്ക് കയറ്റുമതി ചെയ്യുന്ന പല കാര്യങ്ങളിലും, അതായത് ക്ഷീര, ഓട്ടോമൊബൈൽ മേഖലകൾ അടക്കമുള്ളവയ്ക്ക് അമേരിക്കയ്ക്ക് വ്യാപാരത്തിനായി തുറക്കാൻ ഇന്ത്യ തയ്യാറായിരുന്നില്ല. അതിലടക്കമുള്ള കാര്യങ്ങളിലാണ് അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരുന്നത്. അതിലാണ് ചർച്ചകൾ അലസിപ്പോയതും. എന്തായാലും 5 റൗണ്ട് ചർച്ചകൾക്ക് ശേഷവും നിശ്ചയിച്ച സമയപരിധിക്ക് മുൻപ്, ഓഗസ്റ്റ് 1 മുൻപ് ഒരു വ്യാപാര കരാറിൽ എത്തിച്ചേരാൻ ഇന്ത്യക്കും US-നും സാധിച്ചില്ല. ഇന്ത്യക്ക് മേൽ ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് 25% തീരുവ ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതാണ് ഏറ്റവും പുതിയ വിവരം. VR കാർത്തിക്കാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ സർക്കാരിനെ വെള്ളപൂശി